മെഗാ താരലേലത്തിൽ കോടികൾ എറിഞ്ഞ് സൂപ്പർ താരങ്ങളെ സ്വന്തമാക്കാൻ ഫ്രാഞ്ചൈസികൾ തമ്മിൽ മത്സരമായിരുന്നു. എന്നാൽ കോടിക്കിലുക്കത്തിലെത്തിയ താരങ്ങളിൽ പലരും വൻ പരാജയമാകുന്ന കാഴ്ചയ്ക്കാണ് ഈ സീസൺ സാക്ഷ്യം വഹിച്ചത്. ടീമുകൾക്ക് ബാധ്യതയായ പ്രധാനപ്പെട്ട 5 ഇന്ത്യൻ താരങ്ങളെ നമുക്ക് നോക്കാം. ഒന്നാമതായി ഋഷഭ് പന്ത്. മെഗാ താരത്തിൽ ഏറ്റവും കൂടുതൽ പണം ലഭിച്ച ഋഷഭ് പന്താണ് ഈ പട്ടികയിൽ മുന്നിൽ. IPL ചരിത്രത്തിലെ ഏറ്റവും തന്നെ ഉയർന്ന തുകയായ 27 കോടി രൂപയ്ക്കാണ് LSG പന്തിനെ സ്വന്തമാക്കിയത്. KL രാഹുലിനേക്കാൾ മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ പന്തിന് കഴിയുമെന്ന പ്രതീക്ഷയോടെയാണ് നായകസ്ഥാനത്തേക്ക് LSG പന്തിനെ തിരഞ്ഞെടുത്തത്. എന്നാൽ സംഭവിച്ചത് നേരെ വിപരീതമായിരുന്നു. ഈ സീസണിൽ ഒട്ടും സ്ഥിരത പുലർത്താൻ പന്തിന് സാധിച്ചില്ല. 12 മത്സരങ്ങളിൽ നിന്ന് 100 സ്ട്രൈക്ക് റേറ്റിലും 12.27 ശരാശരിയിലും 135 റൺസ് മാത്രമേ അദ്ദേഹത്തിന് നേടാനായിട്ടുള്ളൂ. ചെന്നൈക്കെതിരായ മത്സരത്തിൽ നേടിയ ഒരു അർദ്ധ സെഞ്ചുറി മാത്രമാണ് എടുത്തു പറയാവുന്ന മികച്ച പ്രകടനം. പട്ടികയിലെടുത്തത് KKRന്റെ വെങ്കിടേഷ് അയ്യറാണ്. വെങ്കിടേഷിന് വേണ്ടി ഒരു ടീം 23.75 കോടി രൂപ നൽകുമെന്ന് ആരും കരുതിയിരുന്നില്ല. താരലേലത്തിന് മുമ്പ് KKR വെങ്കിടേഷിനെ നിലനിർത്തിയിരുന്നില്ല. എന്നാൽ ലേലത്തിൽ പൊന്നും വില കൊടുത്താണ് താരത്തെ KKR തിരിച്ചു വിളിച്ചത്. തീർത്തും അപ്രതീക്ഷിതമായിട്ടെന്നു അത്. എന്നാൽ ഈ സീസണിൽ 11 മത്സരങ്ങളിൽ നിന്ന് 20 ശരാശരിയിൽ 142 റൺസ് മാത്രമേ വെങ്കിടേഷിന് നേടാൻ കഴിഞ്ഞുള്ളൂ. വെങ്കിടേഷ് അയ്യരുടെ ഈ മോശം ഫോം KKRന്റെ മധ്യനിരയിൽ കൂടുതൽ സമ്മർദ്ദം ഉണ്ടാക്കുകയാണ് ചെയ്തത്. ഇഷാൻ കിഷൻ. മുംബൈയിൽ നിന്ന് പുറത്തിറങ്ങിയ ശേഷം സൺറൈസേഴ്സ് ഇഷാൻ കിഷനെ 11.25 കോടി രൂപയ്ക്കാണ് സ്വന്തമാക്കിയത്. ആദ്യ മത്സരത്തിൽ തന്നെ 106 റൺസ് നേടി പുറത്താകാതെ നിന്നു. എന്നാൽ അതിനുശേഷം തീർത്തും നിറമങ്ങുന്ന പ്രകടനമാണ് താരം പുറത്തെടുത്തത്. 13 മത്സരങ്ങളിൽ നിന്ന് താരത്തിന് 327 റൺസ് മാത്രമേ 25 റൺസ് ശരാശരി നേടാനായിട്ടുള്ളൂ. നിരവധി അവസരങ്ങൾ ലഭിച്ചിട്ടും അത് മുതലാക്കുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടു. അടുത്ത മുഹമ്മദ് ഷമി. മെഗാ താരലേലത്തിന് മുമ്പാണ് ഗുജറാത്ത് ടൈറ്റൻസ് ഷമിയെ വിട്ടുകളഞ്ഞത്. മികച്ച പ്രതിഭയാണെങ്കിലും താരത്തിന്റെ തുടർപ്പരിക്കുകളായിരുന്നു കാരണം. എന്നാൽ സൺറൈസേഴ്സ് ഇക്കാര്യം മനസ്സിലാക്കുന്നതിൽ പരാജയപ്പെട്ടു. 10 കോടി രൂപയ്ക്കാണ് താരത്തെ സൺറൈസേഴ്സ് സ്വന്തമാക്കിയത്. ടീമിന്റെ പേസ് ആക്രമണത്തിന് നേതൃത്വം നൽകുമെന്ന പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ടാണ് അദ്ദേഹത്തിന്റെ പ്രകടനം. 9 മത്സരങ്ങളിൽ നിന്ന് വെറും 6 വിക്കറ്റുകൾ മാത്രമാണ് താരം നേടിയത്. രവിചന്ദ്ര അശ്വിൻ. 10 വർഷങ്ങൾക്ക് ശേഷമാണ് അശ്വിനെ 9.75 കോടി രൂപ കൊടുത്ത് CSK സ്വന്തമാക്കിയത്. ഈ സീസണിലെ 9 മത്സരങ്ങളിൽ നിന്ന് വെറും 7 വിക്കറ്റുകൾ മാത്രമാണ് അദ്ദേഹത്തിന് നേടാൻ കഴിഞ്ഞത്. അദ്ദേഹത്തിന്റെ എക്കണോമി ആകട്ടെ 9.12 ശരാശരി 40.42